ജനാധിപത്യ വ്യവസ്ഥയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് സുപ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ വോട്ടർ പട്ടികയിൽ അനീതി നടന്നു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിൻ്റെ അടിവേരറുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അടിസ്ഥാനപരമായ തന്നെ വോട്ടർ പട്ടികയുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നൊരു കാര്യമാണ്. ഇവിടെ നടന്നിട്ടുള്ളൊരു കാര്യം, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്, പേര് ഒഴിവാക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കർക്കശമായിട്ടുള്ള വകുപ്പുകളും ചട്ടങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആ ചട്ടങ്ങളും വകുപ്പുകളും അനുസരിച്ച് മാത്രമേ വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ പാടുള്ളൂ. ആ ചട്ടങ്ങൾക്കും വകുപ്പുകൾക്കും വിരുദ്ധമായിട്ടാണ് വോട്ടർ പട്ടിക ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ആ വോട്ടർ പട്ടിക നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ മുൻപാകെ ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം. ഞങ്ങളതിൽ അടിയുറച്ച് നിൽക്കുകയാണ്. 2024 നടന്നിട്ടുള്ള ലോക്സഭാ ഇലക്ഷൻ്റെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ചട്ടവിരുദ്ധമായി, ജനപ്രാതിനിധ്യ നിയമത്തിന് ഘടകവിരുദ്ധമായി ഇലക്ഷൻ കമ്മീഷന്റെ അറിവോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വോട്ടർ പട്ടികയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വീണ്ടും ആവശ്യപ്പെടുന്നത് ആ വോട്ടർ പട്ടിക റദ്ദാക്കണം എന്നുള്ളതാണ്. അതിന് കാരണം, ഇപ്പോൾ നേരത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്കെതിരായി ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജനപ്രാതിനിധ്യ നിയമത്തിലെ 17, 16, 15, 16, 17 വകുപ്പുകൾ പ്രകാരം ഒരു വ്യക്തിക്ക് ഒന്നിലധികം മണ്ഡലങ്ങളിൽ വോട്ട് ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് കുറ്റകരമായ, ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ്. പവൻ ഖേരയുടെ വോട്ട് 2 പേരിൽ 2 സ്ഥലത്തുണ്ട് എന്നുള്ളത് കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, കേസെടുക്കാതിരിക്കാൻ വേണ്ടി. എന്തുകൊണ്ടാണ് BJPയുടെ നിരവധി നേതാക്കന്മാരെ പറ്റി വളരെ ഗുരുതരമായ ഇതേ സെയിം ആക്ഷേപം BJPയുടെ നേതാവ് ഉണ്ണികൃഷ്ണൻ, ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ സഹോദരൻ, ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ഡ്രൈവർ, BJPയുടെ നിരവധി നേതാക്കന്മാരുടെ ആയിട്ടുള്ള ആളുകൾ പല മണ്ഡലങ്ങളിലും പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. 2 ID കാർഡുള്ള ആൾക്കാരാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പിൻ്റെ ഓഫീസറായിരുന്ന ഇലക്ഷൻ ശേഷം ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയുടെ, ഉപമുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസ് ഡ്യൂട്ടിയിലേക്ക് പോയിട്ടുള്ള ജില്ലാ കളക്ടർ കൃഷ്ണതേജയ്ക്ക് ഇവിടെ വോട്ടുള്ള അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശിൽ വോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പരിശോധിക്കേണ്ട ജില്ലാ കളക്ടർക്ക് തന്നെ 2 വോട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള വോട്ടുള്ള അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട്. ആ വോട്ടെന്ന് പറയുന്നത് ചിലക്ലൂരിപ്പെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ബൂത്ത് നമ്പർ 190 സീരിയൽ നമ്പർ 158 എപ്പിക് നമ്പർ SGE 01008667 എന്ന നമ്പറിൽ അദ്ദേഹത്തിന് വോട്ടുള്ളപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ചിലക്ലൂരിപ്പെട്ട്. അതേ സമയത്ത് അദ്ദേഹത്തിന് ഇവിടെ IDZ 23026444 എന്ന നമ്പറിൽ ബൂത്ത് നമ്പർ 190 സീരിയൽ നമ്പർ 158 ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതേ സമയത്ത് അദ്ദേഹം ഇവിടെ വോട്ട് ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ വോട്ട് ചേർക്കേണ്ട തെറ്റൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അതേ എപ്പിക് നമ്പർ ചേർക്കേണ്ടതായിരുന്നു. അതായത് നമുക്കൊരു എപ്പിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ എപ്പിക് നമ്പറിലാണ് ഇവിടെ വോട്ട് കിട്ടേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ID കാർഡ് എന്ന് പറയുന്നത് IDZ 23026444 എന്ന പേരിൽ തൃശ്ശൂരിലെ ബൂത്ത് നമ്പർ 27 ക്രമ നമ്പർ 800 ആയിട്ട് ഇവിടെ വോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കേണ്ട, ഈ നിയമം പാലിക്കേണ്ട ആളുകൾ തന്നെ. ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ലേ, ഇവർക്കാർക്കും. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന BJPയുടെ ആളുകൾ ഇപ്പോൾ അവണിശ്ശേരി പഞ്ചായത്തിലെ BJP നേതാവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന വോട്ടുകളൊക്കെ എവിടെ പോയി? പാർലമെന്റ് ഇലക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ സ്ഥിരതാമസക്കാരെന്ന നിലയിൽ ഇവിടെ വോട്ട് ചേർക്കപ്പെട്ടിട്ടുള്ള BJPയുടെ പല നേതാക്കന്മാരുടെ വീടുകളിലുണ്ടായിരുന്ന വോട്ടുകൾ, അവണിശ്ശേരി പഞ്ചായത്തിലെ BJP നേതാവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന വോട്ട് ഇപ്പോൾ കാണാനില്ല. എവിടെ പോയി? അത് പഞ്ചായത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. ഇവിടുത്തെ BJP കൗൺസിലർ വീട്ടിൽ
വോട്ട് ചേർക്കപ്പെട്ട ആളുകൾ അവരവിടെ പോയി. അവരെല്ലാം തിരിച്ച് അവരുടെ മറ്റു വീടുകളിലേക്ക് പോയിരിക്കുന്നു. ഇവിടുത്തെ സ്ഥാനാർത്ഥി അദ്ദേഹം ഇവിടെ സ്ഥിരതാമസക്കാരനാണ് എന്ന് പറയുന്ന അതേ ആള് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ 41 നമ്പർ വാർഡിലെ ശാസ്തമംഗലത്തേക്ക് മാറിയിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ മുഖമായി പ്രവർത്തിക്കേണ്ട ബൂത്ത് ലെവൽ ഓഫീസർമാർ അവർ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കാതിരുന്നതാണോ അതല്ല ഇലക്ഷൻ കമ്മീഷന്റെ അറിവോട് കൂടിയിട്ടാണോ ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്? ഞങ്ങൾ ആരോപിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ അറിവോട് കൂടിയിട്ടാണ് ഈ ഇരട്ട വോട്ടുകൾ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ വ്യാപകമായി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പറയാൻ പോവാണ്. ഈ ശോഭ സിറ്റി എന്ന് പറയുന്ന സ്ഥലം ആലത്തൂർ മണ്ഡലത്തിലെ വടക്കാഞ്ചേരി അസംബ്ലി സെഗ്മെന്റിൽ പെടുന്നതാണ് ഈ വോട്ടുകൾ. അതിൽ 17 വോട്ടുകൾ ശോഭ സഫയർ എന്ന പേരിലും ശോഭ ടോപ്സ് എന്ന പേരിലും 2 ഫ്ലാറ്റുകൾ നിൽക്കുന്നത് ഈ പറയുന്ന വടക്കാഞ്ചേരി മണ്ഡലത്തിലാണ്. ഇതേ പേരിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തൃശ്ശൂർ അസംബ്ലി സെഗ്മെന്റിൽ ഇവിടുത്തെ ബൂത്തിൽ ആ വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. 2 ID കാർഡിൽ 2 എപ്പിക് നമ്പർ കാർഡുകളിൽ ശോഭ സിറ്റി എന്ന് പറയുന്ന വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വോട്ടറായിരിക്കുന്ന ആള് അവിടുത്തെ അതേ അഡ്രസ്സ് ഇവിടുത്തെ ബൂത്തിൽ ആ അഡ്രസ്സ് എങ്ങനെ വന്നു? കാരണം ഈ ബൂത്തിൽ അഡ്രസ്സ് വരുമ്പോൾ 17 വോട്ടുകൾ. ഇവിടുത്തെ വോട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള വോട്ടുകൾ ഞാനിപ്പോൾ അവരുടെ പേരുകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശദമായ വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആളുകളൊക്കെ ശോഭ ടോപ്സിലും ശോഭ സിറ്റിയിലെ ശോഭ സഫയറിലും വടക്കാഞ്ചേരി മണ്ഡലത്തിലെ 169 നമ്പർ ബൂത്തിൽ ഉള്ള വോട്ടർമാരാണ്. ഈ 169 നമ്പർ ബൂത്തിലെ വോട്ടർമാരായിരിക്കുന്ന ഇവരെല്ലാം എങ്ങനെയാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർമാരായിട്ട് മാറുന്നത്? കാരണം അവർ വീട് നിൽക്കുന്നത് അവിടെയാണ്. അതേ അഡ്രസ്സ് ഇവിടുത്തെ ബൂത്തിൽ എങ്ങനെ വന്നു? അപ്പോൾ BLOമാർ അവരുടെ ഒത്താശയോടുകൂടിയല്ലാതെ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നതല്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ വിഷയങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നോട്ടീസ് കൊടുത്തത്. നോട്ടീസ് കൊടുത്തപ്പോൾ ആദ്യം പറഞ്ഞു ഇവിടുത്തെ താലൂക്ക് ഓഫീസറാണ് ഇലക്ടറൽ രജിസ്റ്റർ ഓഫീസറായിട്ടുണ്ടായിരുന്നത്. പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അത് മാറി സബ് കളക്ടറായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2022 ഇറങ്ങിയിരിക്കുന്ന ഒരു സർക്കുലറിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഇത്തരത്തിൽ നെറ്റിലുള്ള വിവരങ്ങൾ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആണ് എന്നുള്ളതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ആ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് എക്സംപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിയമപ്രകാരം. ആ നിയമപ്രകാരമുള്ള എക്സംപ്ഷൻ അനുസരിച്ച് ഇത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻ്റെ പ്രൊട്ടക്ഷൻ എക്സംഷൻ അവർക്ക് കിട്ടേണ്ടതില്ല എന്ന് വ്യക്തമായി ആ നിയമത്തിൽ തന്നെ 81B പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം പബ്ലിക് ഇൻട്രസ്റ്റിൽപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻ്റെ മറവിൽ ജനങ്ങൾക്ക് നൽകാതെ മറച്ചു വയ്ക്കുന്നതിന് കാരണം ഇത്തരം വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമെന്ന ഭയപ്പാട് കൊണ്ടാണോ ഇലക്ഷൻ കമ്മീഷൻ ഈ വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾക്ക് നൽകേണ്ട വിവരങ്ങൾ തരാതിരിക്കും? ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ എന്തായിരുന്നു? ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ സിമ്പിളാണ്. ഒന്ന്, വോട്ട് ചേർക്കുന്നതിനും വോട്ട് ഡിലീറ്റ് ചെയ്യുന്നതിനും ചട്ടപ്രകാരം പാലിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വോട്ട് ചേർക്കുമ്പോൾ, പുതിയതായി വോട്ട് ചേർക്കുമ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർ ഏതൊക്കെ വോട്ടുകളാണ് ചേർക്കാൻ പോകുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവരുടെ ഓഫീസിൽ നോട്ടീസ് ബോർഡിൽ പതിക്കണം. ഇത് ചട്ടപ്രകാരം റൂൾ 17 പ്രകാരം കൃത്യമായി പറയുന്ന കാര്യമാണ്.
15 പ്രകാരം, റൂൾ 15 പ്രകാരം. രണ്ടാമത്തെ കാര്യം, ഈ വിവരങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഇവിടെയുള്ള പരാതികളും വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറുടെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും അത് നോട്ടീസ് ബോർഡിൽ പതിക്കണം. ഇതാണ് നിയമത്തിൽ പറയുന്ന കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പോൾ ഞങ്ങളോട് പറയുന്ന കാര്യം, ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് എവിടെയാണ് ഓഫീസ് എന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്ന് പറഞ്ഞൊരു ഓഫീസറാണല്ലോ ബൂത്ത് ലെവൽ ഓഫീസർ. ഒരു വില്ലേജ് ഓഫീസർ ആണെങ്കിൽ വില്ലേജ് ഓഫീസറാണ് ബൂത്ത് ലെവൽ ഓഫീസറെങ്കിൽ അയാൾ എവിടെയാണ് ഇരിക്കുന്നത്, അതാണ് അയാളുടെ ഓഫീസ്. അപ്പോൾ അവിടെ ഇത് പതിച്ചിട്ടുണ്ടോ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടില്ല. മറ്റൊരു കാര്യം, ഇലക്ടർ രജിസ്ട്രേഷൻ ഓഫീസർ പറഞ്ഞു ഞങ്ങളിത് നോട്ടീസ് ബോർഡിൽ പതിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, പതിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ നൽകാമോ? അപ്പോൾ പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? അവർ പറയുന്ന മറുപടി, ഞങ്ങളിത് പതിച്ചതിൻ്റെ രേഖകൾ ഞങ്ങളുടെ കൈവശമില്ല, ഇത് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവിടെ ലഭ്യമാകുമെന്നാണ്. ഓൺലൈൻ പബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റിയല്ല നിയമത്തിൽ പറയുന്നത്. ഇവിടെ നിയമത്തിൽ വ്യക്തമായി പറയുന്നത് ആ ഓഫീസറുടെ നോട്ടീസ് ബോർഡിൽ പതിക്കണം എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങൾ പരാതി വല്ലതും കൊടുത്തു എന്നാണ്. ജനങ്ങൾക്ക് പരാതി കൊടുക്കണമെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ ആരുടെയൊക്കെ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഓഫീസിൽ നോട്ടീസ് ബോർഡിൽ പതിച്ചാലാണ് പബ്ലിക്കിന് അതുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കാൻ കഴിയുക. അല്ലാതെ പബ്ലിക്കിന് ഇത് ഊഹിച്ചെടുക്കാൻ കഴിയുമോ? എത്രയൊക്കെ BJPക്കാർ കള്ളോട്ട് ചേർക്കാൻ അപേക്ഷ കൊടുത്തു എന്നുള്ള കാര്യം BLO മാത്രം അറിഞ്ഞാൽ മതിയോ? പബ്ലിക് അറിയാൻ വേണ്ടിയിട്ടാണ് നോട്ടീസ് ബോർഡിൽ പതിക്കണം എന്ന് പറയുന്നത്. പബ്ലിക് അറിയാൻ വേണ്ടി, ജനങ്ങൾ അറിയാൻ വേണ്ടി, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അറിയാൻ വേണ്ടി അടിസ്ഥാനപരമായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പുതിയ വോട്ടർമാരെ സംബന്ധിച്ച വിവരങ്ങൾ ഈ റൂൾ അനുസരിച്ച് ബൂത്ത് ലെവൽ ഓഫീസറുടെ നോട്ടീസ് ബോർഡിലും അതോടൊപ്പം ഇലക്ടർ രജിസ്ട്രേഷൻ ഓഫീസർ നോട്ടീസ് ബോർഡിലും പതിച്ച് അതുമായി ബന്ധപ്പെട്ട പരാതികളും ഹിയറിംഗും നടത്തിയതിനു ശേഷം മാത്രമേ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ പാടുള്ളൂ എന്ന നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് യാതൊരു തരത്തിലും നോട്ടീസ് ബോർഡിൽ പതിക്കാതെയാണ് ഈ പ്രക്രിയകളെല്ലാം, ഈ കള്ളക്കളികളെല്ലാം നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കുമ്പോൾ ആ വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് പതിക്കുമ്പോൾ ആ നോട്ടീസ് ബോർഡിൽ നോട്ടീസ് പതിക്കണമെങ്കിൽ അതൊരു ഫയൽ ഓപ്പൺ ചെയ്താലേ പതിക്കാൻ പറ്റുള്ളൂ. ഒരു ഓഫീസിൽ നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് പതിക്കുമ്പോൾ അതിൻ്റെ ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി അല്ലല്ലോ, നമ്മൾ ടൈപ്പ് ചെയ്ത് അത് കോപ്പി ഉണ്ടാക്കി ബന്ധപ്പെട്ട ഓഫീസിൽ ഒപ്പിട്ട് അത് പതിക്കുമ്പോൾ ഓഫീസ് നോട്ടീസിൽ പതിക്കുന്നൊരു കോപ്പിയും ഓഫീസ് കോപ്പിയും സൂക്ഷിക്കാൻ നിയമപ്രകാരം ഇലക്ടറൽ ഓഫീസർമാർ ബാധ്യസ്ഥരാണ്. ഇപ്പം ഞങ്ങളോട് പറയുന്നത് എന്താണ്? ഞങ്ങളത് സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നത് അത് ചെയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറയണം ഉദ്യോഗസ്ഥന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതല്ല, ഇലക്ഷൻ കമ്മീഷൻ അറിവോട് കൂടിയിട്ടാണ് നടന്നിട്ടുള്ളതെങ്കിൽ ആ സത്യം പറയാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവണം. ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റ് പരാതി പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരും നേതാക്കന്മാരും ആളുകളും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തുകയും നമുക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ, ഇപ്പോൾ പവൻ ഖേരയ്ക്കെതിരെ നോട്ടീസ് അയച്ച ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് BJP നേതാക്കന്മാർക്കെതിരെ ഇതുവരെ നോട്ടീസ് അയക്കാത്തത്? ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഞാൻ കൊടുത്ത പരാതി അദ്ദേഹത്തിന് മുമ്പിൽ ഇരിക്കുകയാണ്. ആ പരാതി അനുസരിച്ച് ഇതുവരെ നോട്ടീസ് കൊടുത്തിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ പല കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞിരിക്കുന്നത് രേഖാമൂലം പരാതി കിട്ടിയിട്ടല്ല, പത്രദ്വാര നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾക്ക് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്, നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇത് പല പത്രങ്ങളിൽ പല രൂപേണ വന്നിട്ടും എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇരട്ടത്താപ്പ് എടുക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ അത് ചെയ്യാതെ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത് ദുരൂഹമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കർക്കശമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നൊരു കാര്യം, 2024 ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷൻ്റെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് ചട്ടപ്രകാരമല്ല. അതിനകത്ത് ഇരട്ട വോട്ടുകൾ അടക്കമുള്ള കൃത്രിമത്വം നടന്നിരിക്കുന്നു. അത് നടന്നതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട്. RSS നേതാക്കന്മാരുടെയും BJP നേതാക്കന്മാരുടെയും അതിനുശേഷം നടന്ന പ്രസ്താവനകൾ കൂട്ടിവായിച്ചാൽ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വേണമെങ്കിൽ വോട്ടർമാരെ കൊണ്ടുവന്ന് ചേർക്കും, നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ
പറ്റില്ല എന്ന് BJP നേതാക്കന്മാർ യാതൊരു ഭയവും കൂടാതെ പറയുന്നതിന് കാരണം അവർക്ക് പിന്നിൽ നിന്നും ഉന്നതമായ സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആ സപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷന്റെ സപ്പോർട്ടാണോ എന്ന സംശയം ദൂരീകരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ BJP നേതാക്കന്മാർ ഞങ്ങൾ നിയമം ലംഘിക്കും എന്ന് പറഞ്ഞ് പരസ്യമായി പ്രസ്താവന നടത്തിയ BJP നേതാക്കന്മാർക്കെതിരായി ഇലക്ഷൻ കമ്മീഷൻ കർക്കശമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇരട്ട വോട്ട് ആര് ഇരട്ട വോട്ട് കൈവശം വെച്ച്, പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ജില്ലാ കളക്ടറായിരുന്ന ആളുകളടക്കമുള്ള, ഇപ്പോൾ കൃഷ്ണതേജയ്ക്ക് എങ്ങനെയാണ് 2 വോട്ട് വരുന്നത്? ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആൾ തന്നെ 2 വോട്ട് കൈവശം വെച്ചിരുന്നാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇവിടെ വോട്ട് ചേർക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം? ആ എപ്പിക് കാർഡ് നമ്പർ തന്നെ ഇവിടെ വോട്ട് ചേർക്കും, തെറ്റൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ വേറെ ഇവിടുത്തെ എപ്പിക് കാർഡിൽ ഇവിടുത്തെ നമ്പർ വോട്ട് എടുക്കുകയാണ്. ഇവിടെ ലോക്സഭയിൽ വോട്ട് ഇപ്പോഴും എടുക്കുന്നുണ്ട്, അത് മാറ്റിയിട്ടില്ല. അവിടെ വോട്ട് എടുക്കുന്നുണ്ട്. ഇനി അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യം എനിക്കറിയില്ല. പക്ഷെ അവിടുത്തെ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വോട്ട് ഇപ്പോൾ അവിടെ എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ ആ ജില്ല ഏതാണെന്ന് എനിക്കറിയില്ല, ഞാൻ വേണമെങ്കിൽ നോക്കി പറയാം. ആ ജില്ല ആ ജില്ല ഞാൻ പറയാം. അദ്ദേഹത്തിന് ഇപ്പോൾ വോട്ടുള്ള ജില്ല എന്ന് പറഞ്ഞാൽ ചിക്ലൂരിപ്പെട്ട് എന്ന് പറയുന്ന പിന്നെ ആന്ധ്രാപ്രദേശിലെ ചിക്ലൂരിപ്പെട്ട്, ജില്ല പൽനാട്, പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി നരസാരപ്പെട്ട്. അപ്പം ചിലക്കലൂരിപ്പെട്ടിൽ 96 നമ്പർ ബൂത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വോട്ടുണ്ട്. എപ്പിക് നമ്പർ വേറെയാണ്. തൃശ്ശൂർ മണ്ഡലത്തിന് അദ്ദേഹത്തിന് വോട്ടുണ്ട്, എപ്പിക് നമ്പർ വേറെയാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈ നിയമങ്ങളൊന്നും ഇലക്ഷൻ കമ്മീഷൻ ബാധകല്ലേ? അപ്പോൾ 2 എപ്പിക് നമ്പറിൽ വോട്ടുകൾ വരിക എന്ന് പറയുന്നത് ഒരുപക്ഷെ അതെന്തുകൊണ്ടാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കണ്ടേ? ഇപ്പോൾ ഒരു കാര്യം, 6ഓ 7ഓ ഘട്ടങ്ങളിലായി ഇലക്ഷൻ നടക്കുമ്പോൾ കേരളത്തിലെ ഇലക്ഷന് വോട്ട് ചെയ്ത അതേ ആൾക്ക് വേണമെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നടക്കുന്ന സമയത്ത് പോയിട്ട് വോട്ട് ചെയ്യാലോ. ഇപ്പോൾ ആലത്തൂരിൽ വോട്ടുള്ള ആൾക്ക് ഇവിടെ വോട്ടുണ്ടെങ്കിൽ ഇവിടെ രാവിലെ 8 മണിക്ക് വോട്ട് ചെയ്ത് 5 മണിക്കുള്ളിൽ ആലത്തൂർ പോയിട്ട് വോട്ട് ചെയ്യാം. അതിനാണല്ലോ വോട്ടർ പട്ടികയിൽ 2 വോട്ടർ പട്ടികയിൽ പേരുണ്ടാവാൻ പാടില്ല, 2 എപ്പിക് നമ്പറിൽ ഐഡന്റി കാർഡ് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ കർക്കശമായ നിയമം വെച്ചിരിക്കുന്നത്. എലക്ഷൻ ബയസ്ഡ് അല്ലാതെ ഇമ്പാർഷ്യലായി സുതാര്യമായി നടക്കും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഏറ്റവും ശക്തമായ സുതാര്യമായ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന 1950 ജനപ്രായത്വ നിയമത്തിൻ്റെ ഇൻറ്റൻഷനും അതിൻ്റെ ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ വോട്ടർ പട്ടികയുടെ നിർമ്മാണ ഘട്ടം മുതൽ അതിൻ്റെ അന്തിമ വോട്ട് ചെയ്യുന്ന ഘട്ടം വരെയുള്ള കാര്യങ്ങളിൽ ദുരൂഹതയും ഏത് രൂപത്തിലും ഇടപെടാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് BJP നേതാക്കൾ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുമ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമായ കാര്യമാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ പറയുന്നത് ഈ വോട്ടർ പട്ടിക അസ്ഥിരപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കേണ്ട ആളുകൾക്കെതിരെ കേസെടുക്കണം. ഇത് ഇനിയിപ്പോൾ ഈ പത്രസമ്മേളനം നടത്തിയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് 3 ആൾക്കെതിരെ ഇനി ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നോട്ടീസ് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ നേരിടും. പക്ഷേ നോട്ടീസ് അയക്കേണ്ടവർക്ക് നോട്ടീസ് അയക്കാനും കേസെടുക്കേണ്ടവർക്കെതിരെ കേസെടുക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകേണ്ടതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, ഞങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, ഈ പരാതി കേൾക്കട്ടെ ആൾക്കാർ. ഞങ്ങൾ പൊതുവായി ഈ ഇരട്ട വോട്ടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇനി കുറച്ച് വിവരാവകാശം കിട്ടാനുണ്ട്. കാരണം ഈ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 37 നമ്പർ ബൂത്തിൽ നിന്ന് 81 വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വോട്ട് കഴിഞ്ഞ് 2024 ജനുവരി മാസം പിന്നെ ഏപ്രിൽ മാസം 26-ാം തീയതി നമ്മുടെ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം പിന്നെ ഡിസംബർ മാസത്തിലൊരു പിന്നെ പുതുക്കലുണ്ടായി. അപ്പോൾ ആ പുതുക്കൽ വരെ 3 തവണ ഒരു 6 മാസത്തിനകത്ത് പുതുക്കി കഴിയുമ്പോഴേക്കും ഒരു ബൂത്തിൽ നിന്നും 86 വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാണ്. അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നതിന് ഒരു കാരണം വേണ്ടേ? എൻ്റെ വോട്ട് ഒരു ബൂത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അപേക്ഷ കൊടുക്കണം, വേണ്ടേ? അല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർ കണ്ടെത്തണത് ഇയാളുടെ താമസമില്ലാന്ന് കണ്ടെത്തണം. അപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ കൊടുത്തിട്ടുള്ള വ്യക്തമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്
പിന്നെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ വോട്ട് ചേർത്തിരിക്കുന്നത്, ഡിലീറ്റ് ചെയ്തിരിക്കുന്നതോ? ഞങ്ങളുടെ വിവരാശപ്രകാരം ഞങ്ങൾ ചോദിച്ച ചോദ്യം, നിങ്ങൾ വോട്ട് സ്വീകരിക്കാൻ എടുത്ത നടപടി എന്താണ്? ഇതേ ആളുകളെ കൂട്ടത്തോടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു വോട്ടർ ലിസ്റ്റിൽ നിന്നും. അതിന് നിങ്ങളെടുത്ത നടപടി എന്താണ്? ഒരു മറുപടി ഇലക്ഷൻ കമ്മീഷൻ തരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ദുരൂഹമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഈ പ്രശ്നം ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞേ പറ്റൂ. ഏത്? അല്ല, ഞങ്ങളിനി ആലോചിക്കുന്നത്, ഞങ്ങളിനിയിപ്പോൾ എല്ലാ 1725 ബൂത്തിലും BLOമാർക്ക് ഞങ്ങൾ വീണ്ടും കൊടുക്കാൻ പോകണം നോട്ടീസ്. ഞങ്ങൾ അറിയണ്ടേ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഇൻഡിവിജ്വലായി കൊടുക്കേണ്ട കാര്യം ഇൻഡിവിജ്വലായി കൊടുക്കും. ഇനി സംഘടന പാർട്ടി എന്ന നിലയിൽ കൊടുക്കേണ്ട കാര്യം പാർട്ടി എന്ന നിലയിൽ കൊടുക്കും. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനകത്തുള്ളൊരു പ്രശ്നം, ഇത് തെരഞ്ഞെടുപ്പിൻ്റെ സുതാര്യതയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്ന വളരെ ഗുരുതരമായ വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു വലിയ ക്യാമ്പയിൻ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇത് പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വലിയ ക്യാമ്പയിനാണ്. ഇത് അതിൻ്റെയും കൂടി ഭാഗമാണെന്ന് കൂട്ടിക്കോളൂ. അതിനും കൂടി ഭാഗമാണെന്ന് കൂട്ടിക്കോളൂ. അതൊന്നും യാതൊരു പിന്നെ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്കില്ല. ഇവിടെ തൃശ്ശൂർ മണ്ഡലത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ അത് വളരെ ഒരു പ്രത്യേക കേസായി തന്നെ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം തൃശ്ശൂരിലുണ്ടായിട്ടുള്ള പല സംഭവ വികാസങ്ങളും ഇപ്പോഴും ദുരൂഹമാണ്. അതുകൊണ്ട് അത് കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകണം, കാര്യങ്ങൾ സത്യങ്ങൾ പുറത്തു വരണം. ഇനി എന്തൊക്കെയാണെങ്കിൽ ജനങ്ങൾ ഈ കാര്യങ്ങൾ അറിയണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ജനങ്ങൾ അറിയണം ഇതാണ് നടന്നിരിക്കുന്ന കാര്യം എന്നുള്ളത് ജനങ്ങൾ അറിയണം.